CPM വിട്ട് BJP-യിലേക്ക് രാജേന്ദ്രൻ പോകുന്നു എന്ന വാർത്തകൾ പറയുന്നു. ഇന്നലെ പ്രകാശ് ജാവ്ദേക്കറെ അടക്കം നേരിൽ കണ്ടതും അതിൻ്റെ ചിത്രങ്ങളടക്കം പ്രചരിക്കുകയാണ്. രാജേന്ദ്രൻ തന്നെ ഇന്നലെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാജേന്ദ്രൻ്റെ കുടുംബപരമായ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജാവ്ദേക്കറെ കാണാൻ വേണ്ടി പോയതാണ്. അതിനകത്ത് യാതൊരു വിധമായ രാഷ്ട്രീയ മാനവും കൊടുക്കേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കും. CPM-നകത്ത് തുടരുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഇന്നലെ ആ BJP നേതാവിനെ കണ്ടിട്ടുള്ള എല്ലാ വാദങ്ങളും അവസാനിച്ച കാര്യമാണ്. അതിനകത്ത് മറ്റെന്തെങ്കിലും ആശങ്ക CPM-നെ സംബന്ധിച്ചിടത്തില്ല. ഇന്നലെ തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറമായി ഏതെങ്കിലും ഈ വിഷയത്തിന് ഒരു മാനവും കൊടുക്കേണ്ട കാര്യമില്ല. രാജേന്ദ്രൻ 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫിന് കുടുംബപരമായ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകണം. 31-ാം തീയതി മുതൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവും. അത് ഞാനല്ലല്ലോ പറഞ്ഞ, ഡീൻ കുര്യാക്കോസിലൂടെ AK ആന്റണി തന്നെ പറഞ്ഞിരുന്നല്ലോ, പകല് കതറും രാത്രി കാവി വസ്ത്രവുമാണ് എന്നുള്ളത് AK ആന്റണി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ BJP, അത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കൊടുത്തത്. പിന്നെ ഡീൻ കുര്യാക്കോസ് തന്നെ പറഞ്ഞല്ലോ, BJP അങ്ങനെ എതിർക്കേണ്ട ഒരു പാർട്ടിയല്ല എന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം ജയിച്ച് എന്നാൽ വേണ്ടി വന്നാൽ ഞാൻ BJP-യിലേക്കും വരാൻ തയ്യാറാണെന്ന് ഡീൻ കുര്യാക്കോസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളൊക്കെ പോകാതിരിക്കാൻ നോക്കിയാൽ മതി. ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോയി, അനിൽ ആൻ്റണി പോയി. ഇനിയിപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലൂടെ ഒരാൾ പോയാൽ സ്വാഭാവികമായും ത്രിമൂർത്തികളായ കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാ കുടുംബത്തിൻ്റെ ആതിഥ്യത ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് ആ രൂപത്തിൽ നിലപാടെടുത്താൽ മതി. ഞങ്ങളുടെ കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് ഉൾക്കൊള്ളപ്പെടേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവർ പോകാതിരിക്കുക. അദ്ദേഹം തന്നെ ഇപ്പം മാറ്റം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് BJP-യെ അങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞതിനർത്ഥം എന്തെങ്കിലും സാധ്യത വന്നാൽ അങ്ങോട്ടൊരു കണ്ണ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം. അതുകൊണ്ട് അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ CPM-നെ വിമർശിക്കാൻ ധാർമ്മികമായ യാതൊരു അവകാശവും ഡീൻ കുര്യാക്കോസിന് ഇല്ല എന്നുള്ളതാണ് ശരി. അതൊക്കെ ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ ഭാഗമായി വരുന്ന ഏതെങ്കിലും ഒരു വാക്കുകളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ വ്യക്തിഗത രാഷ്ട്രീയമൊന്നും താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അതിപ്പം മണിയാശാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്ക് ഒരുങ്ങി കുളിച്ച് റെഡിയായി ഇറങ്ങും, ഇത്രേ ഉള്ളൂ കാര്യം. അതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു നാട്ടുവർത്തമാനത്തിനപ്പുറമായി അതിനകത്ത് യാതൊരു പ്രസക്തിയുള്ള കാര്യമല്ല.